ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 31 ശ്ലോകം 8. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ധർമ്മത്തിൻ്റെ വിജയം, വാമനമൂർത്തിയുടെ വിജയം ആഘോഷിക്കാനായി ജാമ്പവാൻ പെരുമ്പറക്കുട്ടി സകല ലോകത്തിലും ഉറക്കെ പാട്ട് പാടിക്കൊണ്ട് നടന്നു. മറ്റ് ദേവന്മാരും ഭഗവത് അനുകൂലികളും എല്ലാവരും ആനന്ദ നൃത്തം ചെയ്തു ഭഗവാനെ സ്തുതിച്ചു. ആ സമയത്ത് അസുരന്മാരുടെ ഭാഗത്ത് എന്താണ് സംഭവിച്ചത്? അസുരന്മാർക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഇതാ ഈ വാമന രൂപത്തിൽ വന്നിട്ടുള്ള കുട്ടി നമ്മളുടെ ചക്രവർത്തിയെ അപമാനിച്ചു, ഇതിന് പകരം ചോദിക്കണം എന്ന് കരുതി അവർ യുദ്ധത്തിന് ചെന്നു. യുദ്ധത്തിന് പോയപ്പോൾ വാമനനെ വധിക്കണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ വിഷ്ണു പാർഷദന്മാർ അവരെ അടുക്കാൻ സമ്മതിച്ചില്ല, തോൽപ്പിച്ചോടിച്ചു. അവർക്ക് വിഷമായപ്പോൾ മഹാബലി അവരോട് പറഞ്ഞു, നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട, നമ്മളുടെ ഗുണം കൊണ്ടല്ല അന്ന് നമ്മൾ ജയിച്ചതും ദേവന്മാരെയൊക്കെ സ്വർഗത്തു നിന്ന് ഓടിച്ചതും. അന്ന് കാലം നമുക്ക് അനുകൂലമായിരുന്നു, ഇപ്പോൾ നമുക്ക് അനുകൂലമല്ല. കാലസ്വരൂപനായ ഈശ്വരനാണ് ഈ നിൽക്കുന്നത്. ഇനി എന്തായാലും കാലം ഇങ്ങനെ തിരിഞ്ഞു വരും. എപ്പോഴാണോ നമുക്ക് അനുകൂലമാകുന്നത് അതുവരെ കാത്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ യുദ്ധത്തിൽ നിന്നും പിന്മാറുകയും പാതാളത്തിലേക്ക് പോവുകയും ചെയ്തു. ശ്ലോകം നോക്കാം. താവത് ദൈത്യാസ്തു അനുമതിം മൃതേ ഭർത്തുരാരബ്ധയുദ്ധ ദേവോപേതൈർഭവദനുചരൈ സംഗതാഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാദ് പ്രാഗ്ജിതാസ്മ കിം വോ യുദ്ധൈർ ഇതി ബലിഗിര തേ അധ പാതാളമാപൂ. അർത്ഥം നോക്കാം. അധ അനന്തരം, അങ്ങനെ ദേവന്മാർ വിജയം ഒക്കെ ആഘോഷിക്കുന്ന ആ സമയത്ത്, ഹേ ദേവ, അല്ലയോ ഗുരുവായൂരപ്പ, താവത് ദൈത്യത്തു, ആ സമയത്ത് ദൈത്യന്മാരാകട്ടെ അസുരന്മാരാകട്ടെ എന്ത് ചെയ്തു? ഭർത്തു അനുമതിം ഋതേ, ഋതേ എന്ന് പറഞ്ഞാൽ കൂടാതെ, ഒഴികെ. ഭർത്തു യജമാനനായിട്ടുള്ള മഹാബലിയോട് ചോദിക്കുക, സമ്മതം വാങ്ങേ, ഒന്നും ചെയ്യാതെ, അനുമതിം ഋതേ അനുവാദം കൂടാതെ തന്നെ, ആരബ്ധയുദ്ധ യുദ്ധം ആരംഭിച്ചു. ഉപേതൈ ഭവദനുചരൈ അങ്ങയുടെ പാർഷദന്മാർ അവിടെ, ഉപേതൈ എന്ന് പറഞ്ഞാൽ സമീപത്ത് ഒന്നിച്ചു കൂടി വന്നു, അവരോടാണ് യുദ്ധം ചെയ്ത്. സംഗത ഭംഗമാപൻ, സംഗത എന്ന് പറഞ്ഞാൽ നേരിട്ട് യുദ്ധം ചെയ്തപ്പോൾ ഭംഗം ആപൻ പരാജയപ്പെട്ടു. കാലാത്മായം, അപ്പോൾ ബലി അവരോട് പറഞ്ഞു, ഇത് കാലസ്വരൂപനായ ഭഗവാനാണ്. പുരതവസതി, നമ്മളുടെ മുന്നിൽ ഈ നിൽക്കുന്ന കുട്ടി ഒരു ചെറിയ കുട്ടിയൊന്നുമല്ല, ബ്രാഹ്മണ ബാലനും അല്ല, കാലം ആണ്, ഭഗവാൻ സ്വയം വന്നിട്ടുള്ളതാണ്. വയം പ്രാക് യദ്വശാദ് ജിതാസ്മ, നമ്മൾ പ്രാക് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ജയിച്ചില്ലേ, അത് യത് വശാൽ ഈ ആളിൻ്റെ അല്ലെങ്കിൽ കാലത്തിൻ്റെ ദയ കൊണ്ടാണ്, കാലം നമുക്ക് വശത്തിലായത് കൊണ്ടാണ്. യദ് വശാത് ജിതാസ്മ, ജയിച്ചു, അസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ. അതുകൊണ്ട് വ യുദ്ധൈ ഇതി കിം, ഇനി നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ട് കിം എന്താണ് പ്രയോജനമുള്ളത്? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറുക. തേ ബലിഗിര, മഹാബലിയുടെ ആ വാക്ക് കേട്ട അവർ പാതാളമാപൂ, പാതാളത്തിലേക്ക് പ്രവേശിച്ചു. ഭഗവാനെ കാണാനും ഭഗവാന്റെ വാക്കുകൾ കേൾക്കാനും വിശ്വരൂപം ദർശിക്കാനും ഒക്കെ ഭാഗ്യമുണ്ടായ മഹാബലിക്ക് തത്വജ്ഞാനം ഉദിച്ചു. അതാണ് പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട സൈന്യങ്ങളെ,
ഈ നിൽക്കുന്നത് നമ്മളുടെ വെറുമൊരു ശത്രു എന്ന ഭാവമുണ്ടാകരുത്. കാലസ്വരൂപനായ ഈശ്വരനാണ്. ഭഗവാന്റെ ദിവ്യദർശനം നമുക്കൊക്കെ ഉണ്ടായത് ഭാഗ്യം തന്നെയാണ്. ഈ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് അന്ന് വിജയമുണ്ടായത്. അപ്പോൾ ബലിക്ക് മനസ്സിലായി ഈ ലോകമോ അതിലെ വസ്തുക്കളോ ഒന്നും തൻ്റെയല്ല എന്നുള്ള കാര്യം. ഇനി തൻ്റെ ശരീരം സ്വന്തമാണ് എന്നൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. അതിനി പിന്നീട് ഇല്ലാതാവുന്നതാണ്. അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടി നോക്കാം. താവത് ദൈത്യ, ആ സമയത്ത് ദൈത്യന്മാർ അസുരന്മാരാവട്ടെ, അവരാവട്ടെ, അനുമതി മൃത ഭർത്തു, അവരുടെ അവരുടെ യജമാനൻ്റെ അനുമതിം ഹൃദയ, അനുമതിക്ക് കാത്തു നിൽക്കാതെ, അനുമതി കൂടാതെ, ആരബ്ധ യുദ്ധത്തിനൊരുങ്ങി, ദേവ ഭഗവാനെ ഗുരുവായൂരപ്പ, ഉപേതൈർഭവദനുചര, അവിടത്തെ അനുചരന്മാരവിടേക്ക് വന്നു. സംഗത ഭംഗമാപനപ്പം, യുദ്ധം തുടങ്ങി, അതിൽ ഭംഗം ഉണ്ടായി, പരാജയം ഉണ്ടായി. അപ്പോൾ മഹാബലി അവരോട് പറയാണ്, കാല ആത്മാ അയം, ഈ നിൽക്കുന്നത് ഭഗവാനാണ്, കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാനാണ്. വസതി പുരതോ, നമ്മളുടെ പുരോഭാഗത്ത് മുന്നിൽ നിൽക്കുന്നത്. യദ് വശാത് പ്രാഗ്ജിതോ അസ്മ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, പ്രാഗ് പണ്ട്, ജിത അസ്മ നമ്മൾ പണ്ട് ജയിച്ചത്. കിം വോ യുദ്ധൈർ, ഇനിയിപ്പോൾ യുദ്ധം ചെയ്തിട്ട് എന്ത് പ്രയോജനം? ഒരു കാര്യവുമില്ല, കാലം നമുക്ക് അനുകൂലമല്ല. ഇതി ബലിഗിര, ഇപ്രകാരമുള്ള മഹാബലിയുടെ വാക്കുകൾ കേട്ടപ്പോൾ, തേ അധ പാതാളമാപു, അവർ പാതാളത്തിലേക്ക് പോവുകയും ചെയ്തു. താവത് ദൈത്യാതു അനുമതിർദേ ഭർത്തുരാരബ്ധയുദ്ധ, ദേവോപേതൈർ ഭവദനുചരൈ സംഗതാഭംഗമാപൻ, കാലാത്മായം വസതി പുരതോ യദ്വശാദ് പ്രാഗ്ജിതാസ്മ, കിം വോ യുദ്ധൈർ ഇതി ബലിഗിരാ തേ അധ പാതാളമാപു. അടുത്ത ശ്ലോകം കൂടി നോക്കാം. അങ്ങനെ അസുര സൈന്യങ്ങളൊക്കെ പാതാളത്തിലേക്ക് പോയി. അപ്പോൾ എന്താ ഉണ്ടായത്? ഗരുഡൻ ഭഗവാന്റെ ഇച്ഛയെ അറിഞ്ഞിട്ട് മഹാബലിയെ വരുണപാശം കൊണ്ട് ബന്ധിച്ചു. ബലിക്ക് താൻ കരുതിയതുപോലെ ത്രിലോകത്തിൻ്റെയും അധിപതി എന്ന് അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. അതല്ല, ഈ ഭൗതിക ഐശ്വര്യങ്ങളൊക്കെ നിസ്സാരമാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി ശരീരം പോലും തൻ്റെ അല്ല എന്നതറിയാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെയും കൂടെ പറയണത്. മഹാബലിയുടെ മഹത്വം ലോകത്തിൻ്റെ മുന്നിൽ ഒന്നുകൂടി ഉറപ്പിക്കാനാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്. അതിനായിട്ട് ഭഗവാൻ ആക്ഷേപിച്ചു നോക്കി. മുമ്പ് പറഞ്ഞില്ലേ ആക്ഷേപവാക്കുകൾ പറഞ്ഞു എന്ന്. എന്താണെന്ന് വെച്ചാൽ, എവിടെ എനിക്ക് തരാമെന്ന് പറഞ്ഞ മൂന്നാമത്തെ അടി നീ വിശ്വനായകനാണെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ. ബലിയാകട്ടെ യാതൊരു വിഷമവും കൂടാതെ വളരെ വിനയത്തോടു കൂടി പറഞ്ഞു, എൻ്റെ ശിരസിൽ വെച്ചോളൂ ഭഗവാനെ എന്ന്. അതിന് അറിഞ്ഞിട്ടായിരിക്കാം വിന്ധ്യാവലി പറഞ്ഞു എന്ന് ഭാഗവതത്തിലുണ്ട്. ഈ ശരീരം പോലും സ്വന്തമല്ല, ഈ ശ്വാസം പോലും നമ്മളുടെ അല്ല എന്നുള്ളത് അസുരബുദ്ധിയായിട്ടുള്ള ഞങ്ങൾക്കറിയാത്തത് കൊണ്ടല്ലേ ഭഗവാനെ അവിടെ നിന്ന് ക്ഷമിക്കണേ ഒക്കെ മഹാബലിയുടെ ഭാര്യ പറയുന്നതായിട്ട് ഭാഗവതത്തിലുണ്ട്. പിന്നെ പാദം കൊണ്ട് ചവിട്ടി താഴ്ത്തി എന്നൊന്നുമല്ല, മഹാബലിയെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. മഹാബലി അവിടെ കിടക്കുകയാണ്. അപ്പോൾ ആ മഹാബലി പാദ നമസ്കാരം ചെയ്യുക, തല കൊണ്ട്. പ്രഹ്ലാദൻ വന്നപ്പോൾ തല കുനിച്ചു എന്ന് പറഞ്ഞുവല്ലോ, അതുപോലെ ഇങ്ങനെ തല കുനിക്കുകയാണ്. ആ സമയത്ത് ഭഗവാന്റെ പാദസ്പർശം ഉണ്ടാകുന്നു. എത്രയോ യോഗികൾ ഇങ്ങനെ പാദദീക്ഷ എന്ന് പറയും അതിന്. പാദം കൊണ്ട് ശിരസിൽ മെല്ലെ സ്പർശിക്കുക. ശ്രീരാമകൃഷ്ണൻ്റെ ചരിത്രത്തിലൊക്കെ കാണാതെ ഗുരു പാദം തലയിൽ വയ്ക്കുകയാണ് ചെയ്തത്. നമ്മളും അങ്ങനെ തന്നെ ഈ പാദ നമസ്കാരം ചെയ്യുന്നത് ഭഗവാന്റെ പാദരേണുക്കൾ നമ്മളുടെ ശിരസിൽ അണിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയും ഭഗവാൻ ബലിയെ അനുഗ്രഹിക്കുകയാണ്. നമുക്ക് ശ്ലോകം നോക്കാം. 9. പാശൈർബദ്ധം പദഗപദിന
ദൈത്യം ഉച്ചൈരവാദി താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോ അസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ ഇതി അകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത് ത്വാം. അർത്ഥം നോക്കാം. പദഗപതിന പാശൈബദ്ധം. പദഗപതി ഗരുഡൻ. ഗരുഡനാൽ പാശങ്ങളാൽ, വരുണപാശങ്ങളാൽ ബദ്ധം, കെട്ടപ്പെട്ടു. ദൈത്യം, ദൈത്യരാജനായിട്ടുള്ള മഹാബലി. ദൈത്യം മഹാബലിയോട് ത്വം ഉച്ചൈരവാദി, ഭഗവാനെ അവിടുന്ന് എന്തോരം ഉറക്കെയാണ് പറഞ്ഞത്. മമ താർത്തീകം പദം ദിശ, അസുര രാജാവേ എൻ്റെ അല്ലെങ്കിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞ താർത്തീകം അല്ലെങ്കിൽ തൃതീയം ആയിട്ടുള്ള താർത്തീകമായിട്ടുള്ള മൂന്നാമത്തെ പദം ദിശ, അടിവെക്കാനുള്ള സ്ഥാനം എവിടെ, കാണിക്കൂ എന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞു വിശ്വേശ്വര കിം ന അസി, നീ വിശ്വത്തിൻ്റെ മുഴുവനും ഈശ്വരനല്ലേ, അങ്ങനെയല്ലേ ഇപ്പം തന്നെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ ബലി പറഞ്ഞു ഭഗവൻ, അല്ലയോ സർവത്തിനും കാരണമായിട്ടുള്ള ഭഗവാനെ, മൂർധ്നി പാദം പ്രണയ, എൻ്റെ ശിരസിൽ അവിടുത്തെ പാദം പ്രണയ വെച്ചാലും എന്ന് പറഞ്ഞു. ഇതി അകമ്പം വദന്തം, ഇങ്ങനെ യാതൊരു ക്ഷോഭവും ഇല്ലാതെ കുലുങ്ങാതെ വളരെ വിനയത്തോടു കൂടിയാണ് മഹാബലി അങ്ങനെ പറഞ്ഞത്. വദന്തം തം, അങ്ങനെ പറയുന്ന ആ മഹാബലിയെ മാനയൻ, ആദരിക്കുവാനായിട്ട് സ്വയം ഉപഗത, സ്വയം അവിടെ എത്തി. ആര്? പ്രഹ്ലാദ. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ തന്നെ സ്വയം അവിടെ എത്തിയിട്ട് ത്വാം അസ്തവീത്, ഭഗവാനെ അങ്ങയെ സ്തുതിക്കുകയുണ്ടായില്ലേ. പ്രഹ്ലാദന് അന്ന് തന്നെ ഏതൊരു കുട്ടിയും ഞാൻ വലിയ രാജാവിൻ്റെ മകനാണ് എന്നൊക്കെ അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അഹങ്കരിക്കുന്ന ആ പ്രായത്തിൽ തന്നെ നാരദൻ്റെ അനുഗ്രഹം കൊണ്ട്, ഉപദേശങ്ങൾ കൊണ്ട് അതൊക്കെ എത്രത്തോളമേ ഉള്ളൂ എന്നുള്ള കാര്യം ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ ഒരു പരിശുദ്ധി ഹൃദയത്തിൽ നിറഞ്ഞതുകൊണ്ടാണ് ഭഗവാൻ പ്രഹ്ലാദനെ സദാ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. ഇവിടെ മഹാബലിക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭഗവാനാണെന്ന് അറിയാൻ സാധിച്ചില്ല. ഞാൻ വിശ്വേശ്വരനാണ് എന്നൊക്കെ പറയാൻ തോന്നിയില്ലേ. ആ സകല അഭിമാനമോ അഹങ്കാരമോ ഒക്കെ പോയി ഭഗവാന്റെ ഈ സ്പർശനം കൊണ്ട്. അങ്ങനെ മഹാബലിയും പ്രഹ്ലാദൻ്റെ പോലെ ഏറ്റവും പരിശുദ്ധനാവുകയും ചെയ്തു. വരുണപാശം കൊണ്ട് ഗരുഡൻ മഹാബലിയെ കെട്ടിവരിഞ്ഞു. അങ്ങനെ മഹാബലി അവിടെ കിടക്കുന്ന സമയത്ത് ആ ബലിയോട് ഭഗവാൻ ഉറക്കെ പറഞ്ഞു, എവിടെ മൂന്നാമത്തെ അടി, എനിക്ക് തരാമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കുക, നീ സകല ലോകത്തിൻ്റെയും അധിപനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ബലി പറഞ്ഞു, പാദം മൂർധ്നി പ്രണയ ഭഗവാൻ, എൻ്റെ ശിരസിൽ വെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. ഇതി അകമ്പം വദന്തം, ഒട്ടും കമ്പം ഇല്ലാതെ, പേടിയോ ഒരു കുലുക്കമോ ഇല്ലാതെ പറഞ്ഞ ആ കൊച്ചുമകനെ ആദരിക്കാൻ വേണ്ടി, അഭിനന്ദിക്കാൻ വേണ്ടി പ്രഹ്ലാദൻ തന്നെ